ഉത്തർപ്രദേശിന്റെ ഗതാഗത മേഖലയിൽ വൻ വിപ്ലവത്തിന് തുടക്കമിട്ടുകൊണ്ട് 594 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഗംഗ എക്സ്പ്രസ് ഹൈവേ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഹർദോയ് ജില്ലയിലാണ് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. എന്തൊക്കെയാണ് ഗംഗ എക്സ്പ്രസ് ഹൈവേയുടെ പ്രത്യേകതകൾ? നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മീററ്റിനെ കിഴക്കൻ മേഖലയിലെ പ്രയാഗ്രാജുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് ഈ എക്സ്പ്രസ് ഹൈവേ. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യവും. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നായിട്ട് ഈ എക്സ്പ്രസ് ഹൈവേ മാറുകയാണ്. മറ്റൊന്ന്, നിലവിൽ മീററ്റിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് റോഡ് മാർഗം സഞ്ചരിക്കാൻ 10 മുതൽ 12 മണിക്കൂർ വരെയാണ് എടുക്കുന്നത്. ഈ എക്സ്പ്രസ് ഹൈവേ, അതായത് ഗംഗ എക്സ്പ്രസ് ഹൈവേ വരുന്നതോടുകൂടി ഇത് ഏതാണ്ട് 6 മണിക്കൂറായിട്ട് ചുരുങ്ങുകയാണ്. ഉത്തർപ്രദേശിനെ ഒരു പ്രമുഖ വ്യാവസായിക ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ എക്സ്പ്രസ് ഹൈവേ രാജ്യത്തിന് സമർപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഏകദേശം 36,230 കോടി രൂപ ചെലവിലാണ് എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണം. 12 ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഈ പാത 50ലധികം ഗ്രാമങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ പാത ഗ്രാമീണ മേഖലകളിൽ പുതിയ ബിസിനസ് തൊഴിൽ സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യാവസായിക മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് ഈ പദ്ധതി വഴിയൊരുക്കുമെന്ന് UP സർക്കാരും പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഷാജഹാൻപൂർ ജില്ലയിൽ യുദ്ധവിമാനങ്ങൾക്ക് കൂടി അടിയന്തരമായിട്ട് ഇറങ്ങാൻ സാധിക്കുന്ന 3.5 കിലോമീറ്റർ നീളമുള്ള എയർ സ്ട്രിപ്പ് കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ഹൈവേയുടെ ഭാഗമായിട്ട് എയർ സ്ട്രിപ്പ് കൂടി സജ്ജീകരിച്ചിരിക്കുന്നത്. 6 വരികളിലുള്ള ഈ പാത ഭാവിയിൽ 8 വരികളായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ വാഹനങ്ങൾ ഓടിക്കാനായിട്ട് സാധിക്കും. മീററ്റ്, ഹാപൂർ, ബുലന്ദ്ഷഹർ, അംറോഹ, സംബാൽ, ബദായൂൺ, ഷാജഹാൻപൂർ, പ്രതാപ്ഗഡ്, പ്രയാഗ്രാജ് എന്നീ 12 ജില്ലകളിലൂടെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ഇതിന്റെ തുടക്കം മീററ്റിലെ ബിജോളി എന്ന ഗ്രാമത്തിലാണ്. പ്രയാഗ്രാജിലെ ജുദാപൂർ ദണ്ഡു എന്ന ഗ്രാമത്തിലാണ് ഈ പാത അവസാനിക്കുന്നത്. ഉത്തർപ്രദേശ് എക്സ്പ്രസ് ഹൈവേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചിട്ടുള്ളത്. അദാനി എന്റർപ്രൈസസും IRB ഇൻഫ്രാസ്ട്രക്ചർ എന്നീ കമ്പനികൾക്കാണ് നിർമ്മാണ ചുമതല ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ പാതയിലുടനീളം 14 പ്രധാനപ്പെട്ട പാലങ്ങളുണ്ട്, 7 റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുണ്ട്, 32 ഫ്ലൈ ഓവറുകളുണ്ട്, 453 അണ്ടർ പാസുകളും ഇതിന്റെ ഭാഗമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഹാംപൂരിൽ ഗംഗാ നദിക്ക് കുറുകെ 960 മീറ്റർ നീളമുള്ള പാലവും ബദായൂണിൽ രാംഗംഗ നദിക്ക് കുറുകെ 720 മീറ്റർ നീളമുള്ള പാലവും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഷാജഹാൻപൂർ ജില്ലയിലെ ജലാലാബാദിന് സമീപമാണ് 3.5 കിലോമീറ്റർ നീളമുള്ള ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. അടിയന്തര സാഹചര്യങ്ങളിൽ യുദ്ധവിമാനങ്ങൾക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണിത്. ഇതിന്റെ പരീക്ഷണ ലാൻഡിംഗ് അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ്. യാത്രക്കാരുടെ സൗകര്യാർത്ഥം ഈ പാതയിലുടനീളം 9 സ്ഥലങ്ങളിലായിട്ട് ഫ്യൂവൽ സ്റ്റേഷനുകൾ, ഭക്ഷണശാലകൾ, വിശ്രമ മുറികൾ എന്നിവയടങ്ങുന്ന വേസൈഡ് അമ്യൂണിറ്റീസ് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാത പടിഞ്ഞാറൻ ഉത്തർപ്രദേശിനെ കിഴക്കൻ ഭാഗവുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനും വ്യാവസായിക വളർച്ചയ്ക്കും വലിയ സഹായകമായിട്ട് മാറുകയും ചെയ്യും.